പല വാദങ്ങളും ഇബ്നു തൈമിയ എന്ന് പറയുന്ന മുൻകഴിഞ്ഞു പോയ ഒരു മുബത്തദിയായ ഒരു ഇമാം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കിതാബുകളൊക്കെ നോക്കി അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വിഷയങ്ങൾ മുൻപ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് കൂടിയെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അദ്ദേഹം പറയാം, ഞാൻ നിങ്ങളോട് തറപ്പിച്ചുറപ്പിച്ച് പറയാണ്, വഅന ഉഖ്ബിറുകും അൻ നഫ്സി വല്ലാഹി ലാ ഇലാഹ ഇല്ലാ ഹു ലഖദ് തലബ്തു ലിൽ മുഅതഖിദു മൻ അറഫനി അന്ന ലി മഅരിഫത്തുൻ വഅന ദാലികൽ വഖ്ത് ലാ അഅരിഫു മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ നിങ്ങളോട് എന്നെക്കുറിച്ച് തറപ്പിച്ചുറപ്പിച്ച് പറയട്ടെ, ഞാൻ ഇതുവരെ ഒരുപാട് അറിവുകൾ നേടിയിട്ടുണ്ട് സുന്നി ആലിമീങ്ങളിൽ നിന്ന്, ഉപ്പയടക്കമുള്ള ആലിമീങ്ങളിൽ നിന്ന് മതം പഠിച്ചവനാണ് ഞാൻ. പക്ഷേ ഇന്ന് വരെ മതം പഠിക്കുമ്പോഴും എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം അറിയില്ല. ഈ സമയം വരെ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. വലാ അഅരിഫു ദീനുൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം എന്ന മതം പോലും എനിക്കറിയില്ലായിരുന്നു. ഖബല ഹാദൽ ഖൈറിൽ ലദീ മന്നല്ലാഹു ബിഹി, അല്ലാഹു തആല എനിക്ക് വ്യത്യസ്തമായ ഒരു കഴിവ് ഇപ്പോൾ തന്നിരിക്കുന്നു. ആ കഴിവ് എനിക്ക് തരുന്നത് വരെ ദീനുൽ ഇസ്ലാം എന്താണെന്ന് എനിക്കറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് പോലും എനിക്കറിയില്ല. എന്താണ് അദ്ദേഹത്തിന് അല്ലാഹു തആല കൊടുത്തു എന്ന് പറയുന്ന കഴിവെന്നറിയോ? ലോകത്തിന് വരെ ഉണ്ടായിരുന്ന മുഴുവൻ ആലിമീങ്ങളോ മുഴുവൻ ഇമാമീങ്ങളോ അന്ന് വരെ നജദിലുണ്ടായിരുന്ന ആ സമയം വരെ അപ്പോഴും ഇപ്പോഴും നജദിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ മദ്ഹബിന്റെ ഇമാമീങ്ങളുണ്ടല്ലോ, അവർ മുഴുവനും കാഫിരീങ്ങളാണ്, അവർ മുഴുവനും മുശ്രിക്കീങ്ങളാണ്. ഇന്ന് വരെ ഞാനിത് പറയുന്നത് വരെ ലോകത്ത് ഒരാൾ പോലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയാണ്. അന്ന് വരെ ഉണ്ടായിരുന്നത് മുഴുവൻ പേരും മുശ്രിക്കീങ്ങളാണെന്ന്. എന്നിട്ട് പറയുന്നു, ഫമൻ സഅമ മിനൽ ഉലമാഇൽ ആരിലി അന്നഹു അറഫ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഏതെങ്കിലും ഒരാൾ, ഞാനല്ലാത്ത വേറെ ഒരാൾ വന്ന് പറയാണ്, നിങ്ങൾ പറയും പോലെയൊന്നുമല്ല, എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അറിയാം, എന്താണ് ദീനുൽ ഇസ്ലാം എന്നറിയാം. അത് ഇത് കഴിഞ്ഞ് മുൻകഴിഞ്ഞു പോയ മുൻഗാമികൾ ഇമാമിങ്ങൾ മുഴുവൻ പേരും പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് അത് എല്ലാവർക്കും അറിയാമെന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ ഖബല ഹാദൽ വഖ്തി, ഞാനിത് പറയുന്നതിന് മുമ്പ് തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിൻ്റെ യഥാർത്ഥ മാന എന്താണെന്ന്, അർത്ഥം എന്താണെന്ന്, ദീനുൽ ഇസ്ലാം എന്താണെന്ന് അറിയുമെന്ന് വാദിച്ചാൽ ഫഖദ് കദബ വഫ്തറ അലല്ലാഹ്, അവൻ അല്ലാഹുവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞവനാണ്, അല്ലാഹുവിൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞവനാണ് എന്ന് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഊദു ബില്ലാഹ്, എത്ര വലിയ അഹങ്കാരിയാണ് അദ്ദേഹം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ മുഅ്മിനീങ്ങളെ. എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുക? ഞാൻ വരുന്നതിന് മുമ്പ് ഇന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്നവർ ഒരാൾ പോലും മുസ്ലിമല്ലെന്ന്, അവർ എല്ലാവരും മുശ്രിക്കീങ്ങളാണെന്ന്, അവർക്ക് മതമറിയില്ലെന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയില്ലെന്ന് ഈ അടുത്ത് 200 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് മരിച്ചു പോയ ഒരു മനുഷ്യൻ പറഞ്ഞെങ്കിൽ, മുത്തുനബിയുടെ കാലഘട്ടം കഴിഞ്ഞ് 100 വർഷം കഴിയുന്നതിന് മുമ്പ് ജനിച്ചവരാണ് മഹാനാകുന്ന അബൂ ഹനീഫ ഇമാമ്. അതിനുശേഷം അതേ അടുത്ത കാലത്ത് വന്നയാളാണ് ഷാഫി ഇമാമ്, അതേ അടുത്ത കാലം വന്നയാളാണ് ഹംബലി ഇമാമ്. അങ്ങനെ മുൻകഴിഞ്ഞു പോയ ഇമാമിങ്ങൾ മുഴുവനും അവർക്കൊരാൾക്ക് പോലും അറിയാത്ത മതം, അവർക്കൊരാൾക്ക് പോലും മനസ്സിലാവാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ഒരാൾ പറയുന്നുണ്ടെങ്കിൽ, അതെനിക്ക് മനസ്സിലായി എന്ന് ഒരാൾ വാദിക്കുന്നുണ്ടെങ്കിൽ, അവനാണ് ഏറ്റവും വലിയ കള്ളനി എന്ന്, അവനാണ് ഏറ്റവും കൂടുതലായ അല്ലാഹുവിൻ്റെ പേരിൽ കളവ് പ്രചരിപ്പിക്കുന്നവനെയെന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മനസ്സിലാക്കില്ലേ മുഅ്മിനീങ്ങളെ? അങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്? ഈ 200 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു പോയ ഒരു മനുഷ്യൻ പറയാണ്, എനിക്ക് മുമ്പ് ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം അറിയുമെന്ന് പറഞ്ഞാൽ അവൻ കളവ് പറയുന്നവനാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട.